ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ കവർച്ചയുടെ ഒരു നിർണായക ദിവസം കൂടിയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് നോക്കാം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് SIT. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT തലവൻ SP S ശശിധരൻ ഇന്ന് ഹൈക്കോടതിക്ക് സമർപ്പിക്കും. ആദ്യ 2 കേസുകളിലും കുറ്റപത്രം നൽകുന്നതിലെ പുരോഗതി, 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ കേസെടുക്കുന്നത്, സാമ്പിൾ പരിശോധനാ ഫലം എന്നിവയും കോടതിയെ അറിയിക്കും. വിവരങ്ങൾ നൽകാൻ 2 പേർ നമ്മോടൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ദിലീപും കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പനും. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക് പോകാം. മിഥുൻ, ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇന്നാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ അന്വേഷണങ്ങളാണ് പരാമർശിക്കപ്പെടുക? ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു അന്വേഷണ റിപ്പോർട്ട് മുൻ നടപടിക്രമങ്ങളിൽ എത്രത്തോളം നിർണായകവുമാണ്? തീർച്ചയായിട്ടും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ദിനമാണ്. ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നേക്കാം, കോടതിയുടേതായിട്ടുള്ള ചില ഉത്തരവുകൾ, നിലപാടുകളെല്ലാം തന്നെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കേരളത്തിലെ എന്ന് മാത്രമല്ല ഈ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത്. ശ്രീകോവിലിലെ പല മേഖലയിലുള്ള സ്വർണ്ണങ്ങൾ, ദ്വാരപാലക ശില്പങ്ങളിലെയും അതുപോലെ തന്നെ കട്ടിളപ്പാളികളിലെയും തന്നെ സ്വർണ്ണങ്ങൾ സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോവുകയും വലിയ രീതിയിൽ അതിൽ നിന്ന് ഒരു അഴിമതിയും അതുപോലെ തന്നെ ഒരു കവർച്ചയും അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഭക്തജനങ്ങളെയെല്ലാം തന്നെ ഞെട്ടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൻ്റെ SIT അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ജസ്റ്റിസുമാരായിട്ടുള്ള V രാജ വിജയകുമാർ, KV ജയകുമാർ എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവ് ഇന്ന് വൈകിട്ടോടെ ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. അതിൽ ആർക്കൊക്കെയാണ് എതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകാം എന്നുള്ളതടക്കം തുറന്നുള്ള മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഇവിടെ വഴിവെക്കാവുന്ന ഒന്നാണ്. നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ളവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് കോടതി എടുക്കുകയും അതുപോലെ തന്നെ അവർക്കെതിരെയെല്ലാം കേസെടുക്കുന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SIT തലവനായിട്ടുള്ള SP S ശശിധരൻ ദേവസ്വം ബെഞ്ചിൽ നേരിട്ട് ഹാജരായി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ പുരോഗതി അറിയിക്കുമെന്നുള്ളതാണ്. ഈ കേസിൽ സ്വമേധയാ സ്വീകരിച്ചിട്ടുള്ള ഹർജി അത് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ 2015 സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കടത്തി ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് നടത്തിയ നടപടി, അതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കും ഇന്ന് കോടതി എത്തുകയും SIT ഇതിൻ്റെ നിലപാട് സ്വീകരിക്കുകയും അതിൽ കോടതി ഒരു നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സ്വർണ്ണ പാളികളുടെ സാമ്പിൾ പരിശോധിച്ച ഒരു നടപടി ഉണ്ടായിരുന്നു. ആ സാമ്പിൾ പരിശോധിച്ചതിൻ്റെ ഫലവും കോടതി മുമ്പിൽ എത്തുകയാണ്. അതായത് വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ, ഒപ്പം തന്നെ SITയുടെ വിവിധ കാര്യത്തിലുള്ള നിലപാടുകൾ, ഇതെല്ലാം തന്നെ ഇന്ന് കോടതിയുടെ മുമ്പിലെത്തി ദേവസ്വം ബെഞ്ചിൻ്റെ മുമ്പിലെത്തുമ്പോൾ ദേവസ്വം ബെഞ്ച് അക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അന്വേഷണത്തിൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള കേസെടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങണമെന്നുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്കും എല്ലാം എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഏത് തരത്തിലേക്ക് വരുമെന്നുള്ളതും ഉറ്റുനോക്കുന്നത്. CPMൻ്റെ ഉന്നതരടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഒപ്പം തന്നെ ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട എത്രത്തോളം വലിയ പങ്കുണ്ട് എന്ന് സംബന്ധിച്ചടക്കമുള്ള വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ ഒരു വിശകലനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുമോ അല്ലെങ്കിൽ കേസ് അവർക്കും കൂടി ചുമത്തുന്ന നിലയിലേക്ക് എത്തുമോ എന്നെല്ലാം ഇന്ന് കണ്ടറിയണം. സൂചിപ്പിച്ചതുപോലെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട്. അതീവ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കവർച്ചയിലെ, ഈ സ്വർണ്ണ കവർച്ചയിലെ, ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ഈ ഒരു കോടതിയുടെ, അതായത് മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടക്കാല
ആരൊക്കെ വരും? അത്തരത്തിലൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നും എങ്ങനെ ഉണ്ടാകും എന്നും നമ്മൾ കണ്ടറിയണത്. ഇനി ദിലീപ് കൂടി ചിരിക്കുകയാണ് ആര്യ. അതെ, ദിലീപ്, എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞതാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കാനിരിക്കുന്നത്. ഇനി പുതിയ പേരുകൾ ആരെങ്കിലും വരുമോ, വന്ന പേരുകളിൽ തന്നെ എത്ര പേർക്ക് എന്തൊക്കെ വിഷയങ്ങൾ കൂടുതൽ എഴുതി ചേർക്കും, അങ്ങനെ നമ്മൾ ഏറെ കാത്തിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. എന്തായാലും അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് SIT സംഘം ഈ ഒരു റിപ്പോർട്ട്, അതായത് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയെ സമർപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുൻ പ്രസിഡന്റായ PS പ്രശാന്തിനെതിരെ ഒരുപാട് രേഖകൾ ലഭിച്ചു എന്നടക്കമുള്ള കാര്യം തന്നെയാണ് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിവരെ SIT സംഘം SP ശശീന്ദ്രൻ എത്തി തന്നെ രേഖകളും അതോടൊപ്പം തന്നെ തെളിവുകളും ശേഖരിച്ചു എന്നടക്കമുള്ള വാർത്തകളും അതോടൊപ്പം തന്നെ അതിൻ്റെ വസ്തുതകളും പുറത്തു വന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും PS പ്രശാന്തിനെ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ PS പ്രശാന്തിനെ ഇന്ന് SIT സംഘം അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ 3 ജീവനക്കാരെയും അതോടൊപ്പം തന്നെ 3 പേരെയും അറസ്റ്റ് ചെയ്യുമെന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ശബരിമല ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്ത അല്ലെങ്കിൽ കേരളത്തിനെ പിടിച്ചുലക്കിയ ഏറ്റവും വലിയ കവർച്ചയ്ക്ക് ഇന്ന് ഒരു നിർണായക തീരുമാനം അല്ലെങ്കിൽ നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാകും തന്നെ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് PS പ്രശാന്ത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് സ്വർണ്ണപ്പാളികളും അതോടൊപ്പം തന്നെ സ്വർണ്ണ കവർച്ചയിലും അദ്ദേഹത്തിന് നേരിട്ട് പങ്കുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളും അതുപോലെ തെളിവുകളും SIT സംഘത്തിന് ലഭിച്ചു എന്നടക്കമുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിർണായകമായ ദിവസമാണ്. എന്തായാലും PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതോടെ അല്ലെങ്കിൽ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി മറ്റു പ്രതികളിലേക്കും കടക്കുന്നതിനുള്ള എളുപ്പ വഴിയായിരിക്കുമെന്ന് തന്നെയാണ് SIT സംഘം വിലയിരുത്തുന്നത്. KP സുരേഷ് ആൻഡ് ആര്യ. ദിലീപും മിഥുൻ അയ്യപ്പനുമാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.